BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കണക്ട് ചെയ്യാനുള്ള യാതൊരു തെളിവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് വിഷയത്തിൽ അന്വേഷണം നടന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുകൾ ഒന്നുമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസ് നിയമപരമായി ക്ലോസ് ചെയ്തതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ മനസ്സിലാകാത്തത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് മാത്രമാണെന്നും ചെന്നിത്തല വിമർശിച്ചു. വിദേശ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കവെയാണ് വിജിലൻസ് അന്വേഷണത്തിൽ വി ഡി സതീശനെ ഒഴിവാക്കിയെന്ന തെറ്റായ അവകാശവാദവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പുകമറ സൃഷ്ടിച്ചതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയത്. എന്നാൽ അന്ന് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ വസ്തുതയുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി കേസ് CBIക്ക് വിടാതിരുന്നതെന്നും ആഭ്യന്തരമന്ത്രി ചോദിച്ചു. ശ്രീജിത്തിന്റെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും മന്ത്രി പ്രതികരിച്ചിരുന്നു. ശ്രീജിത്തിനെതിരെ ഒരു കേസും നിലനിന്നിരുന്നില്ലെന്നും അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു DGP-ആയി നിയമിച്ചതെന്നുമാണ് ചെന്നിത്തല പ്രതികരിച്ചത്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസത്തിൽ കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. 3 കാരണങ്ങൾ കൊണ്ടേ ഒരാളുടെ സീനിയോറിറ്റി ലംഘിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. 1, അദ്ദേഹത്തിൻ്റെ പേരിൽ സസ്പെൻഷൻ ഉണ്ടാകണം. 2, വകുപ്പ് തല നടപടിയും മെമ്മോയും കൊടുത്തിരിക്കണം. 3, അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസോ ഉണ്ടാകണം, കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം. ഈ 3 കാരണത്തിൻ്റെ പേരിൽ മാത്രമേ ഒരു IPS ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. MR അജിത് കുമാറിൻ്റെ പേരിൽ അങ്ങനെ ഒരു സസ്പെൻഷൻ നിലനിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് സീനിയോറിറ്റി പ്രകാരം പ്രൊമോഷൻ കൊടുക്കാൻ കഴിയാതെ വന്നത്. രണ്ടാമത്തേത് ശ്രീജിത്തിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസോ ഈ പറഞ്ഞ 3 കാരണങ്ങളോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സ്വാഭാവികമാണ്, ഞാൻ കണ്ടുപോലുമില്ല, ഞാൻ കണ്ട കാര്യം. അതേസമയം പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. മുഖ്യമന്ത്രി പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ചിരുന്നുവെന്നും മുൻ മുഖ്യമന്ത്രിയും താനും ഹെലികോപ്റ്ററിൽ സന്ദർശനം നടത്തിയപ്പോൾ പോലും അദ്ദേഹം ഒരിടത്തും താഴെ ഇറങ്ങിയില്ല എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. അതിശക്തമായ മഴയ്ക്കിടെ സ്ഥലത്തെത്താതിരുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കാനായിരുന്നുവെന്നും എന്നാൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഓൺലൈനായി അവലോകന യോഗങ്ങൾ നടത്തിയിരുന്നുവെന്നും ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.